1 മണിയാകുമ്പോൾ 42% പോളിംഗ് ആയിരിക്കും. അതെ അതെ അതെ, വലിയ എന്താ പറയുക, വലിയ പ്രതീക്ഷയിൽ അമ്മമാരും ഉമ്മമാരും എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്നുണ്ട് UDF എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേലക്കരയിലെ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് നേരത്തെയും വാഹന പ്രചരണത്തിലൊക്കെ വരുമ്പോഴും നമുക്ക് അമ്മമാരും ഉമ്മമാരും ഒക്കെ റോഡരികിലേക്ക് ഗേറ്റിനരികിലേക്ക് ഓടി വന്ന് നമുക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരുമ്പം ആ കൈ തരുന്നതിലുണ്ട് അവരുടെ ഒരു ഞങ്ങളോടുള്ള ഒരു സ്നേഹം, കരുതൽ. അതെല്ലാം UDFനൊപ്പം ചേലക്കരയുടെ മാറ്റത്തിന് വേണ്ടിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് ഇപ്പോൾ ഒരു കണക്കൂട്ടൽ. അതെ, ഇപ്പം നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഏകദേശം 1 മണിയാകുന്ന സമയത്ത് ഇത്രയായി. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ലഞ്ചിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ നല്ല ഒരു ശതമാനത്തിലേക്ക് പോളിംഗ് ശതമാനം ഉയരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. നല്ലൊരു കഠിനാധ്വാനം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇപ്പോഴും വാർഡുകളിലും സ്ക്വാഡ് കയറി ആരാണ് വരാത്തത്, എത്തിപ്പെടാത്തത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മളെന്താ പറയുക വെരിഫൈ ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സാധാരണ ഈ കള്ളവോട്ടുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇത്തവണ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 77% പോളിംഗ് ഉണ്ട്. അടുത്തവണ അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം ഇപ്പോഴത്തെ ഒരു 1 മണി വരെയുള്ളത് കാണുമ്പോഴേ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ചേലക്കര എന്തായിരുന്നാലും മാറും, ചേലക്കര മാറണമല്ലോ. പോളിംഗ് ശതമാനം ഉയർന്നാലാണോ ഗുണകരമാവുക? കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം വലിയ രീതിയിൽ വോട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ ഒരു എന്താ പറയുക, മാനസികമായിട്ട് ജനങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസിനൊപ്പം UDFനൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് പോളിംഗ് ശതമാനം ഇത്രയധികം ഉയരാനുണ്ടായ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.